ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യത്തിൻ്റെ ഗതിവിഗതികളെ നിർവചിച്ച കൃതിയായിരുന്നു മെറ്റമോർഫോസിസ്. മാർക്കേസ് പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ ഒരു രീതിയിൽ എഴുതുന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത് കാഫ്കയുടെ മെറ്റമോർഫോസിസ് ആണ് എന്ന്. ഏകാകിത, ഉത്കണ്ഠ, പേരറിയാത്ത പല നൊമ്പരങ്ങൾ, അന്യതാബോധം, ഇതൊക്കെ രൂപാന്തരപ്രാപ്തിയിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. മെറ്റമോർഫോസിസ്, രൂപാന്തരപ്രാപ്തി, കാഫ്കയുടെ ഒരു പക്ഷേ ഏറ്റവും പ്രശസ്തമായ കൃതിയാണെന്ന് പറയാം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യത്തിൻ്റെ ഗതിവിഗതികളെ നിർവചിച്ച കൃതിയായിരുന്നു മെറ്റമോർഫോസിസ്. മാർക്കേസ് പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ ഒരു രീതിയിൽ എഴുതുന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത് കാഫ്കയുടെ മെറ്റമോർഫോസിസ് ആണ് എന്ന്. കാഫ്കയിൽ സഹജമായിട്ടുള്ള ഏകാകിത, ഉത്കണ്ഠ, പേരറിയാത്ത പല നൊമ്പരങ്ങൾ, അന്യതാബോധം, ഇതൊക്കെ രൂപാന്തരപ്രാപ്തിയിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഗ്രിഗർ സാംസ എന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കുമ്പോൾ താൻ ഒരു വലിയ കീടമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ രൂപം മാറിയിരിക്കുന്നു, മനുഷ്യനല്ല, ഒരു കീടമായി മാറിയിരിക്കുന്നു. മനുഷ്യചേതന ഉള്ളിലുണ്ട്, പക്ഷേ രൂപം കീടത്തിൻ്റെതാണ്. അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ ചിന്ത ഓഫീസിൽ പോകുന്നതിനെക്കുറിച്ചാണ്. ഓഫീസിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, ഇതെന്ത് രൂപമാണ് എന്ന് അത്ഭുതപ്പെടുന്നു. അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിലെ ക്ലർക്ക് അവിടെ വന്ന് അന്വേഷിക്കുന്നു, എന്താണ് വിവരം, വരാതിരിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി. മുറിക്കുള്ളിൽ നിന്നും ഗ്രിഗർ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അത് വ്യർത്ഥമായിട്ടുള്ള ശബ്ദങ്ങളായിട്ട് മാറുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കഥക് തുറന്നപ്പോഴാണ് ഗ്രിഗർ സാംസയുടെ രൂപം കണ്ട് ഓഫീസിൽ നിന്ന് വന്ന ക്ലർക്ക് ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ അത്ഭുതപ്പെട്ടു. ഈ മാറ്റം അവരെ ഞെട്ടിച്ചു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ കീടത്തിന് പരിക്ക് പറ്റി. സഹോദരി ഗ്രേറ്റ അല്പം കരുണ കാണിച്ചു സഹോദരനോട്. കീടമായി മാറിയെങ്കിലും സഹോദരനാണെന്നുള്ള ഒരു പരിഗണന ഗ്രേറ്റ നൽകി. സമയത്ത് ആഹാരം കൊടുത്തു. ഗ്രിഗർ തറയിലും ഭിത്തിയിലും മച്ചിലുമൊക്കെ ഇഴഞ്ഞ് നടന്നു. കുറച്ചുകൂടെ സ്വതന്ത്രമായി ചലിക്കുന്നതിന് വേണ്ടി ഗ്രേറ്റ ആ മുറിയിലെ ഫർണിച്ചറൊക്കെ, സാധനങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. ഒരു സോഫ ഒഴികെ. കാരണം ആ സോഫയുടെ അടിയിൽ കീടത്തിന് ഒളിക്കേണ്ടതാണ്. ആരെങ്കിലും നോക്കുകയാണെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി ഒളിക്കാനുള്ള ഇടമാണ് സോഫയുടെ അടിവശം. കുറെ കഴിയുമ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് അമ്മ കാണുന്നത്. അമ്മ ബോധം നഷ്ടപ്പെട്ട് വീഴുന്നു, ഭയന്ന്. ക്രമേണ തന്നിലെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നോ എന്ന് തോന്നൽ ഗ്രിഗർ സാംസയ്ക്കുണ്ടാകുന്നു. അതുകൊണ്ട് ഭിത്തിയിലിരിക്കുന്ന ഒരു ചിത്രം, ഒരു പെൺകുട്ടിയുടെ ചിത്രം, കമ്പിളി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രം മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ അതിൽ പിടിച്ചു. ഗ്രിഗറിന് പരിക്ക് കേൾക്കുന്നു. അച്ഛൻ ഒരു ആപ്പിൾ എടുത്ത് എറിഞ്ഞപ്പോൾ സഹോദരൻ്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി പൊട്ടി വീണപ്പോൾ അതിൻ്റെ ചില്ലുകൾ ദേഹത്ത് തറച്ച് അയാൾക്ക് മുറിവ് സംഭവിക്കുന്നു. മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകക്കാർ വന്നിരുന്നപ്പോൾ ഒരു സന്ധ്യയ്ക്ക് അവരെ സന്തോഷിപ്പിക്കാനായി സഹോദരി വയലിൻ വായിക്കുന്നു. വയലിൻ കേട്ടുകൊണ്ട് ഗ്രിഗർ സാംസ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ വാടകക്കാർ പറഞ്ഞു,
വീട് വൃത്തിയായിട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിത് വാടകയ്ക്ക് എടുക്കില്ല, ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു. അതിനുശേഷം സഹോദരി പോലും ഗിരികറിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. അയാൾ പൂർണ്ണമായിട്ടും മുറിക്കുള്ളിൽ ബന്ധനസ്ഥനാക്കി. വലിയ ഏകാഗ്രതയും വലിയ അപകർഷതാബോധവും, ഇഷ്ടത്തിനുള്ള ഭക്ഷണം കിട്ടാത്തത്, ചീഞ്ഞളിഞ്ഞ ഭക്ഷണമാണ് കീടത്തിനിഷ്ടം. ഇഷ്ടത്തിനുള്ള ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എല്ലാവരുടെയും അപമാനം ഏറ്റുകൊണ്ട് ഏകാന്ത തടവിൽ കഴിഞ്ഞ കീടം ഗൃഹസാംസ മരിക്കുന്നു. കീടത്തിനെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് വീട്ടുകാരൊക്കെ സന്തോഷം ആഘോഷിക്കുന്നു. ഇതിനിടയിൽ അച്ഛനും അമ്മയ്ക്കും ഗ്രേറ്റയ്ക്കും മറ്റു ചില ജോലികളൊക്കെ കിട്ടുന്നു. അതിനു മുൻപ് അവരെല്ലാം ആശ്രയിച്ചിരുന്നത് ഗൃഹസാംസയുടെ ജോലിയിലായിരുന്നു. കുടുംബത്തെ പോറ്റുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം അയാൾക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അയാളുടെ ചുമലിൽ നിന്നും പോയിരിക്കുകയാണ്. അയാൾ മരിച്ച സന്തോഷം ആഘോഷിക്കാനായിട്ട് കുടുംബം ഒരു ഉല്ലാസയാത്ര നടത്തുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. ഗ്രേറ്റയുടെ വിവാഹത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കുന്നു. മെറ്റമോർഫോസിസിൻ്റെ കഥ ഇതാണ്. മെറ്റമോർഫോസിസിലൂടെ കാഫ്ക പറയാതെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. രൂപകങ്ങളിലൂടെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രതീകങ്ങളിലൂടെ ചില ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മനുഷ്യൻ്റെ അന്യതാബോധം, അവൻ്റെ ഏകാകിത, അവൻ്റെ വ്യർത്ഥതാബോധം, അവൻ്റെ അസ്തിത്വ സന്ത്രാസം, അസ്തിത്വ ദുഃഖം ഒക്കെ, അവൻ്റെ നൈരാശ്യം, അവനെ വിട്ടുമാറാത്ത നൈരാശ്യം, അവൻ്റെ മൃത്യുവാഞ്ച, ഇതൊക്കെ കാഫ്കയുടെയും ദുഃഖങ്ങളായിരുന്നു. ഇതിനെയൊക്കെ ഉചിതമായിട്ടുള്ള ബിംബങ്ങളിലൂടെ, സർറിയലിസ്റ്റിക് ആയിട്ടുള്ള ബിംബങ്ങളിലൂടെ യാഥാർത്ഥ്യത്തിനും ഭ്രമകൽപ്പനയ്ക്കും ഇടയിലുള്ള രണ്ടും കൂടെ സമ്മേളിക്കുന്ന ആവിഷ്കാര സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് കാഫ്ക അവതരിപ്പിക്കുകയാണ്. മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച കാണിച്ചുകൊണ്ട് ദാർശനിക വ്യഥ, ജീവിതത്തോടുള്ള അനാസക്തി, ജീവിതത്തോടുള്ള വെറുപ്പ്, ആത്മനിന്ദ, ഇതൊക്കെ കാണിക്കുന്നു. സ്വന്തം ജോലിയോട് ഒരാൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രതിബദ്ധത, അതിൻ്റെ പേരിലുള്ള ഉത്കണ്ഠ, ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഭീതി, ഇതൊക്കെ ഈ കഥയെ വളരെ സങ്കീർണവും ദുർഗ്രഹവും ഒപ്പം ആലോചനാമൃതവും ആക്കുന്നുണ്ട്. കാഫ്കയുടെ മറ്റൊരു നോവലാണ് ദ കാസൽ, ദുർഗം. അതും അസംബന്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന നോവലാണ്. ഈ ലോകമൊരു കെണിയാണ് എന്ന് കാഫ്കയുടെ കഥാപാത്രങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു. ഇവിടെ ഒരു ലാൻഡ് സർവേയർ കെ എന്നേ പേരുള്ളൂ. വിചാരണയിൽ ജോസഫ് കെ എന്ന് പറയുന്നെങ്കിൽ ഇവിടെ വെറും കെ ആണ്. എങ്ങു നിന്നോ വന്ന ഒരു മനുഷ്യൻ. അയാൾ യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സത്രത്തിൽ താമസിക്കുന്നു. സത്രത്തിൽ കിടക്കുന്ന ഉടനെ ഒരാൾ വന്ന് അയാളോട് പറയുന്നു, ഇവിടെ കിടക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല, ഇവിടെ താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല. അയാൾ പറയുന്നു, ഞാനിവിടുത്തെ ഭരണകൂടം പറഞ്ഞതനുസരിച്ച് വന്ന ഒരു ലാൻഡ് സർവേയറാണ്, അറിയിപ്പ് കിട്ടിയിട്ട് ഇവിടെ വന്നതാണ്, ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമാണ്. പക്ഷേ അത് അംഗീകരിക്കുവാൻ തയ്യാറാവുന്നില്ല. ക്ലാം എന്നൊരാളിനെ ആണ് ലാൻഡ് സർവേയർക്ക് കാണേണ്ടത്. അയാളെ കാണാൻ കഴിയുന്നില്ല. അയാളെ അന്വേഷിച്ചിട്ട് അയാൾ എവിടെയാണെന്ന് അറിയില്ല. തനിക്ക് ഈ അറിയിപ്പ് തന്ന സ്ഥലം ഏതാണെന്നറിയില്ല. ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണത്രേ. അധികാരത്തിൻ്റെ ദുർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന എവിടെ നിന്നോ വന്ന കൽപ്പനയനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴങ്ങനെ ഒരു കൽപ്പന ആരും പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേ അതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഓർത്ത് അയാൾ ഞെട്ടുന്നു. ഒരു മേയറുണ്ട്. മേയറുടെ അടുത്തായിരുന്നു ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ മേയർ പറഞ്ഞു, ഇത് കമ്മ്യൂണിക്കേഷനിൽ പറ്റിയ, ആശയവിനിമയത്തിൽ പറ്റിയ ഒരു തെറ്റാണ്, പകരം നിങ്ങളെ ഒരു കെയർ ടേക്കറാക്കാം, ഒരു അധ്യാപികയുടെ കെയർ ടേക്കറായിട്ട്. തനിക്ക് വന്ന ഈ വിധിയെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് കേക്കറിയില്ല.
അയാൾ അധികാര കേന്ദ്രമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷെ അതിലൊക്കെ പരാജയപ്പെടുന്നു. നിരാശനാകുന്നു അയാൾ. കഥ പൂർണ്ണതയിലെത്തുന്നില്ല. ഒരു പക്ഷേ കെ മരിക്കും എന്നായിരിക്കാം കാഫ്ക ഉദ്ദേശിച്ചിരുന്നത്. രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരറിയിപ്പ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവസാനം ഇവിടെ താമസിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന് ഭരണകേന്ദ്രത്തിൽ നിന്നും ഉള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടുമായിരിക്കാം, നമുക്കറിയില്ല. ഇതും ഒരുപക്ഷെ വരാനിരിക്കുന്ന കാഫ്കയുടെ സ്വപ്നത്തിലുള്ള ഭീകര സ്വപ്നങ്ങളിൽ, പേക്കിനാവുകളിലുള്ള സമഗ്രാധിപത്യത്തിൻ്റെ ചില സൂചനകളാണോ എന്നറിയില്ല. അതിൻ്റെ ചുവരെഴുത്തുകൾ ആണോ ഇവിടെ ആലങ്കാരികമായിട്ട് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോവും. സ്വത്വം നേതൃസിദ്ധിയുള്ള ആധുനിക മനുഷ്യൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആധുനിക കുത്തക മുതലാളിത്ത വ്യവസ്ഥയിൽ മനുഷ്യർക്ക് അവരുടെ വ്യക്തിത്വവും അവരുടെ സ്വത്വവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തമ നിദർശനമായിട്ട് കാഫ്കയുടെ പല കഥകളും വായിച്ചെടുക്കാം. അന്യാപദേശം കഥകളായിട്ട് വായിച്ചെടുക്കാം.